ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ നമ്മുടെ ഒത്തിരി ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒക്കെ നമ്മൾ അയച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജമന്തിയുടെ കോംബോ, അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലൂ കോംബോ ഓഫർ ഇന്ന് അയച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒരുപാട് വെറൈറ്റീസിൻ്റെ സെയിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാം ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ ഒരു 2 days ബാക്ക് വരെ കിട്ടിയ ഓർഡേഴ്സും പിന്നെ ഇന്നത്തെ ഓർഡേഴ്സ് ഇന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഒരുപാട് ഡിലേ ആക്കിയിട്ടില്ല. നമ്മൾ 15 വർക്കിംഗ് ഡേയ്സ് പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും അത്രയൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അതിന് മുമ്പ് തന്നെ പ്ലാൻസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോംബോ തന്നെയാണ്. 10 റോസ് കോംബോ ഓഫറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 10 റോസിൻ്റെ കോംബോ എപ്പോഴും ഇട്ട് കഴിഞ്ഞാലും നമുക്കത് നല്ലൊരു റെസ്പോൺസാണ് കേട്ടോ. കാരണം 10 റോസ് പെട്ടെന്ന് കയ്യിൽ കിട്ടുന്നതുകൊണ്ടാവാം ഇതിനകത്ത് ഓൺ റൂട്ടഡും നാടൻ ബഡ്ഡിയും നമുക്ക് മിക്സഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ചിലപ്പോൾ ഓൺ റൂട്ടഡ് മാത്രമായിട്ടൊരു കോംബോ അല്ല, ഓൺ റൂട്ടഡും ബഡ്ഡിങ്ങും മിക്സഡ് ആയിട്ടാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന വെറൈറ്റീസാണ് ഇതിനകത്ത് നിങ്ങൾ കാണുന്നത് കേട്ടോ. റോസാ മോയിസി വരുന്നുണ്ട്, മാംഗോ യെല്ലോ വരുന്നുണ്ട്, പിന്നെ കപ്പ് കേക്ക്, പിന്നെ ഓറഞ്ച് റോസ് വരുന്നുണ്ട്, കരിഷ്മ വരുന്നുണ്ട്, യെല്ലോ എന്ന റോസ് വരുന്നുണ്ട്, പിന്നെ മിഡ് നൈറ്റ് ബ്ലൂ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റോസസും വെച്ചിട്ടാണ് ഈ ഒരു കോംബോ. ഈ ഒരു റോസ് വരുന്നുണ്ട്. പിന്നെ ഏതൊക്കെയാണ് റെഡ് ഫ്ലോറിബണ്ട റിച്ച് റെഡ് പിനാക്കിയോ, പിന്നെ സമ്മർ സ്നോ, കാശ്മീരി, സെൻറ്റഡ് റോസ്, പിന്നെ ബിസ്ക്കറ്റ് റോസ് വരുന്നുണ്ട്, പിന്നെ പന്നീർ റോസിൻ്റെ ചേച്ചി, ബ്രിട്ടീഷ് ക്യൂന്, അതുപോലെയുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് ഉണ്ട്. പിന്നെ ടൈഗർ റോസിന് തന്നെ സെൻറ്റിമെൻ്റൽ റോസ് വരുന്നുണ്ട്, ജസ്റ്റ് ഇമാജിൻ റോസ്. ഇതൊക്കെ ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ കൂടുതലും വരുന്നത്. മൂഡി ബ്ലൂം, അങ്ങനെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതിനകത്ത് കാണിക്കുന്ന കളേഴ്സ്, ഇതിനകത്ത് കാണിക്കുന്ന പ്ലാന്റ്സാണ് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. എല്ലാവരും മീഡിയം സൈസിലുള്ള പ്ലാന്റ്സാണ്. പിന്നെ ഓറഞ്ച് കളർ വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, യെല്ലോ വരുന്നുണ്ട്, പിങ്ക് ഷെയ്ഡ്, പീച്ച് ഷെയ്ഡ്, അങ്ങനെ ഒത്തിരി വെറൈറ്റീസാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിനകത്ത് ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോംബോയിൽ വരുന്നത് 10 പ്ലാന്റ്സാണ് കേട്ടോ. സെലക്ഷൻ വരുന്നില്ല, 10 പ്ലാന്റ്സാണ്. നമുക്കിപ്പോൾ കാരണം എടുക്കുന്ന സമയത്ത് ഒരു 10 പ്ലാന്റ്സ് ആയിരിക്കും. നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ഓരോ കളർ. ഈ ഒരു റോസ് വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു 10 ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് നോക്കിയിട്ടായിരിക്കും പ്ലാന്റ്. ഇപ്പോൾ ഓറഞ്ച്, വൈറ്റ്, റെഡ്, പിങ്ക്, അപ്പോൾ വെറൈറ്റീസ് ആയിട്ടുള്ള കളേഴ്സും പിന്നെ കാശ്മീർ റോസ്, അങ്ങനെ നമുക്കപ്പോൾ കിട്ടുന്ന കളേഴ്സ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു കോംബോ സെറ്റ് ചെയ്യുക കേട്ടോ. 10 റോസിൻ്റെ കോംബോ ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അതിനകത്ത് മിനിയേച്ചർ ടൈപ്പ് വരാം, അതുപോലെ തന്നെ വലിയ പൂക്കളുണ്ട്, മീഡിയം സൈസ് പൂക്കൾ വരുന്നതുണ്ട്, ക്രീപ്പേഴ്സ് ചിലർക്ക് കിട്ടാറുണ്ട്, റെഡ് ക്രീപ്പർ, വൈറ്റ് ക്രീപ്പർ, അതുപോലെ തന്നെ പിങ്ക് ക്രീപ്പർ, വെറൈറ്റീസ് അതിനകത്ത് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. യെല്ലോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ പേർക്കും ഈ പറഞ്ഞ ചിലർ ചിന്തിക്കും ഈ സെൻറ്റിമെൻ്റൽ റോസ് അത് നമുക്ക് റയറായിട്ട് മാത്രം കിട്ടുന്ന ടൈപ്പുകൾ മാത്രമായിരിക്കും കോംബോയ്ക്കകത്ത് വരുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇതിനകത്ത് കാണുന്നതിൽ മിക്സഡ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. നമ്മളിപ്പോൾ ഈ റോസെല്ലാം ഒരു സെക്ഷൻ, അപ്പോൾ അതിൽ നിന്ന് ഇരിക്കുന്ന ഓരോ വെറൈറ്റീസ് ആദ്യം 10 എടുക്കും, അതൊരാൾക്കായിട്ട് മാറ്റി വയ്ക്കും. അടുത്ത ലെയറിൽ 10 എടുക്കും, അതൊരാൾക്കായിട്ട് മാറ്റി വയ്ക്കും. അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ 10 ഇന്നത് തന്നെ 10 നമുക്കിപ്പോൾ ഒരു 10 പ്ലാന്റ് ഇതിനകത്ത് നിന്ന് കാണുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ വെറൈറ്റി ആയിട്ട് തോന്നുന്ന 10 മാത്രം ആയിരിക്കില്ല കോംബോയ്ക്കകത്ത് വരുന്നത്. എല്ലാം കൂടെ മിക്സഡ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു കോംബോ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. റെഡ് മിനിയേച്ചർ, കമ്മൽ റോസ്, മുക്കുത്തി റോസ്, വൈറ്റ് കമ്മൽ റോസ്, അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ ഐഡീസ് കറക്റ്റായിട്ട് 7 days റോസ് ഉണ്ടാവാം, കരിഷ്മ റോസ്, നാടൻ ഓറഞ്ച്, അതുപോലെ തന്നെ ചിലപ്പോൾ ക്രീപ്പർ ജാക്കി, അതേപോലെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റോസസും വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു കോംബോ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. 10 റോസിൻ്റെ കോംബോ ആണ്. അപ്പോൾ 10 റോസിൻ്റെ കോംബോ വരുന്നത് 700 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. കാരണം DTDC വഴിയിട്ടായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. സ്പീഡ് പോസ്റ്റ് നമ്മൾ അയക്കില്ല. കാരണം എന്താ പറയുക, 10 റോസ് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ 2 കിലോയ്ക്ക് മുകളിൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ അയച്ചതെല്ലാം 2 കിലോ 2.5 കിലോയൊക്കെയാണ് കൊറിയർ ചാർജ് വരുന്നത്. അപ്പോൾ നമുക്ക് DTDCയിൽ അത് പ്രശ്നമല്ല, 2 കിലോയ്ക്ക് മുകളിൽ വന്നാലും പ്രശ്നം വരുന്നില്ല. പക്ഷേ സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ 2 കിലോയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ മാത്രം, 2 കിലോയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ സ്പീഡ് പോസ്റ്റായിട്ട് പോവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പാഴ്സലായിട്ടായിരിക്കും പോകുന്നത്. പാഴ്സൽ എന്ന് പറയുമ്പോൾ സ്പീഡ് പോസ്റ്റ് ഇപ്പോൾ 3 ദിവസത്തിലാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുണ്ടെങ്കിൽ പാഴ്സലാകുമ്പോൾ അത് 1 ദിവസമോ 2 ദിവസമോ എക്സ്ട്രാ എടുക്കും. അപ്പോൾ നമുക്ക് നോർമലി കിട്ടേണ്ട ദിവസത്തിനേക്കാളും 2 ദിവസം കൂടുതലായിട്ടായിരിക്കും പ്ലാൻസ് കിട്ടുക. DTDCക്ക് അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. നമുക്ക് എത്ര കിലോ വേണമെന്നുണ്ടെങ്കിലും അയക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കോംബോ DTDC മുഖേന ആയിരിക്കും അയച്ചു തരുന്നത്. പിന്നെ 700 രൂപ എന്ന് പറയുന്നതിനകത്ത് കൊറിയർ ചാർജ് തന്നെ ഏകദേശം ഒരു
130-140 രൂപ അടുപ്പിച്ച് കൊറിയർ ചാർജ് പോകും. കാരണം അത്രയ്ക്ക് നമുക്ക് തീരെ മണ്ണ് കളഞ്ഞിട്ട് അയക്കാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം മണ്ണ് വെച്ചിട്ടേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും കൊറിയർ ചാർജിൻ്റെ കാര്യം നല്ലൊരു എമൗണ്ട് കൊറിയർ ചാർജിലോട്ട് വരും കേട്ടോ. ഇത് ഞാനൊരു എക്സാക്റ്റ് എമൗണ്ടാണ് പറഞ്ഞത്, ഇത്രയും ആകും എന്നുള്ളത്. ചില പാക്കേജസ് വരുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കൊറിയർ ചാർജ് ആവുന്നുണ്ട്. കാരണം ചില പ്ലാന്റ്സിൻ്റെ ഹൈറ്റ് കൂടുതലായിരിക്കും. ഈ പനിനീർ റോസിൻ്റെ ചേച്ചിയൊക്കെ മിക്ക കോമ്പോസിലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും പ്ലാന്റ്സിൻ്റെ സൈസ് കൂടുതലാണ്. അപ്പോൾ അതിന് ഇത്തിരി ലെങ്ത് കൂടുതലായിരിക്കും. അങ്ങനെ ലെങ്തും വെയ്റ്റും കൂടുതലായിട്ട് വരുമ്പോൾ അതിന് വോളിയം വെയിറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ പേയ്മെൻറ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ. ചില പാഴ്സലുകളെന്ന് പറയുമ്പോൾ അത്രയും ഹൈറ്റ് വരില്ല. ചിലതൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഹൈറ്റ് ഇച്ചിരി കുറവായിരിക്കും. അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇപ്പോൾ പൊതിയാനായാലും വേറെ പ്രശ്നം വരില്ല. ഏകദേശം എല്ലാം ഒരേ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസൊന്നും വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. വെറൈറ്റീസ് ആയിട്ട് മാക്സിമം നമ്മൾ എല്ലാ കളേഴ്സും ഇൻക്ലൂഡ് ചെയ്യാൻ, സിംഗിൾ പെറ്റലായാലും ഡബിൾ പെറ്റലായാലും ക്രീപ്പറൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. നമുക്ക് ആകെ 7 പേർക്ക് തരാനുള്ള സെറ്റ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. നമ്മളിന്ന് പ്ലാൻസ് നോക്കിയപ്പോഴത്തേക്കും 7 പേർക്ക് തരാനുള്ള പ്ലാൻസ് മാത്രമേ, അതായത് 7 കോംബോ സെറ്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം വരുന്ന 7 പേർക്കായിരിക്കും പ്ലാൻസ് അയച്ചു തരുന്നത്. എന്തായാലും ഒത്തിരി ദിവസം എടുക്കില്ല. വരുന്ന ദിവസങ്ങളിൽ തന്നെ കോമ്പോസ് നിങ്ങളുടെ കൈകളിലെത്തും. അതായത് ഒരു 2-3, അതായത് ഈ മാക്സിമം ഈ ആഴ്ച തന്നെ അയക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളായിരിക്കും കൊറിയർ അയക്കുക. ഒത്തിരി ദിവസമൊന്നും എടുക്കത്തില്ല. മാക്സിമം നമ്മൾ ലോഡ് നെക്സ്റ്റ് വീക്ക് നമുക്ക് പുതിയ ലോഡ് വരുന്നുണ്ട്. അതിൻ്റെ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യേണ്ട കാര്യം, ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറാണ്, ഇതിൽ മെസ്സേജ് ഇടുക കേട്ടോ. നിങ്ങൾക്കിപ്പോൾ 10 റോസിൻ്റെ കോംബോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം കാർട്ടിൽ നിന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 റോസ് കോംബോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ റിപ്ലൈ തരുന്നത് 10 മണി, 11 മണി, 12 മണിക്കുള്ളിൽ തന്നെ മാക്സിമം എല്ലാവർക്കുള്ള റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അപ്പം മെസ്സേജിൻ്റെ റിപ്ലൈ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കേണ്ട. അതുപോലെ തന്നെ ഇന്ന് കൊറിയർ അയച്ചവരുടെ ലിസ്റ്റും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. മാക്സിമം നമുക്ക് വാട്സപ്പിനകത്ത് ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതിലാരും ഒന്നും വിചാരിക്കരുത്. പിന്നെന്താ, അപ്പോൾ പ്ലാൻസ് വേണമെന്നുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. 10 റോസ് കോംബോ ഓഫർ വേണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോംബോയുടെ ഡീറ്റെയിൽസ്, ഇപ്പോൾ പേയ്മെൻറ്റൊക്കെ വരുന്നത് ഗൂഗിൾ പേ ആണ്. എൻ്റെ സെയിം വാട്സപ്പ് നമ്പർ തന്നെയാണ് ഗൂഗിൾ പേ വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ.